ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഗാസയിൽ നിന്ന് വരുന്നത്. ഗാസയിൽ ഇസ്രയേൽ കരയുദ്ധം കൂടി തുടങ്ങിയിരിക്കുകയാണ്. ഗാസ നഗരം പിടിച്ചെടുക്കാനാണ് ഇസ്രയേൽ നീക്കം. ഗാസയെ ശവപ്പറമ്പാക്കാനാണ് ശ്രമമെന്ന് പലസ്തീൻ ആരോപിക്കുന്നു. ദിവിഷ് മണി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിവിഷ്, ഇന്ന് ഈ പകൽ മാത്രം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ, വ്യോമാക്രമണത്തിൽ 62 മനുഷ്യരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ 3 പേർ പട്ടിണി മൂലമാണെന്ന് പറയുന്നു. എന്താണ് ഗാസയിൽ നടക്കുന്നത്? ആര്യ, പ്രതീക്ഷിച്ച പോലെ തന്നെ ഗാസയെ പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ഇസ്രയേൽ കടന്നിരിക്കുന്നു. ഹമാസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംവിധാനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യവുമായാണ് സൈനിക നടപടി എന്നാണ് ഇസ്രയേൽ പറയുന്നത്. നമുക്കറിയാം, ദോഹയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആക്രമണം ഉണ്ടായതിന്റെ തലേന്ന് നിന്ന് ഗാസയിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്നൊരു നിർദ്ദേശം ഇസ്രയേൽ നൽകിയിരുന്നു. നിലവിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അവിടുന്ന് പലായനം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. പലസ്തീൻ വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചുള്ള പലസ്തീൻ ഭരണസമിതിയുടെ വിദേശകാര്യമന്ത്രി തന്നെ പറയുന്നത് ഗാസയെ ഒരു ശവപ്പറമ്പാക്കി മാറ്റുകയാണ് ഇസ്രയേൽ എന്നാണ്. ഒപ്പം തന്നെ ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, UN ഏൽപ്പിച്ച ഒരു പ്രത്യേക അന്വേഷണ സമിതി അത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൃത്യമായ വംശീയ ഹത്യയാണ് എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വന്ന അതേസമയം തന്നെയാണ് ഇങ്ങനെയൊരു കടുത്ത നടപടിയിലേക്ക് ഇസ്രയേൽ കടക്കുന്നത്. ഇപ്പോൾ തന്നെ നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിൽ പലതും പട്ടിണി മൂലമാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്ന വാർത്തയുണ്ട്. ഈ ഇസ്രയേലി നടപടികൾക്കെല്ലാം അമേരിക്കയുടെ പിന്തുണ കൃത്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം UK അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രയേലിന്റെ ഈ നടപടിക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഒരു ഇടപെടലിലേക്ക് മറ്റു രാജ്യങ്ങളൊന്നും തയ്യാറാകുന്നില്ല എന്നതിനാണ് ഇപ്പോൾ അറിയാവുന്ന കാര്യം. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ പൂർണ്ണമായും ഗാസയെ തങ്ങളുടെ കീഴിലാക്കുക. അതേസമയം ഇസ്രയേലിലെ ചില മുൻ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ഈ ഒരു നടപടി അല്പം കടന്ന കൈ എന്ന നിലയ്ക്ക് പറയുന്നുണ്ട്. കാരണം നിലവിൽ ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നൊരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്നും ഇസ്രയേലിന്റെ നടപടി ആവശ്യമായിരുന്നു എന്ന വിമർശനങ്ങൾ ഉയരുമ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു പൂർണ്ണമായി സൈനിക നടപടിയിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ വലിയൊരു ട്രാപ്പ് ഇസ്രയേൽ സൈനികരെ കാത്തിരിക്കുന്നുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇസ്രയേലിന്റെ മുൻ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ നൽകുന്നുവെങ്കിൽ പോലും അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഗാസയിൽ പൂർണ്ണമായും സൈനിക നടപടിയിലേക്ക് പോകുന്നത്. ലോകം മുഴുവൻ നോക്കി നിൽക്കുകയാണ് ഇത്തരമൊരു വലിയ സൈനിക നടപടിയിലേക്ക് പോകുന്നത്. അതായത് വംശഹത്യ എന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക അന്വേഷണ സമിതി റിപ്പോർട്ട് വരുമ്പോൾ പോലും ഇസ്രയേൽ പിന്മാറാൻ തയ്യാറാകുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് വരും ദിവസങ്ങളിൽ കൂടുതൽ മരണസം ഉണ്ടാകുമെന്ന ആശങ്ക അതിവേഗം UN അടക്കം ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ കാര്യമില്ല. UN അടക്കം ഇടപെടലാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് ദോഹയ്ക്ക് നേരെ ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത്. അത് ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യം വെച്ചായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജനീവയിൽ ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വീണ്ടും ഇസ്രയേലിന്റെ ഈ പ്രകോപനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേ കാര്യം ഇപ്പോൾ പല രീതിയിൽ ലോകത്തെ സംഘടനകൾ യോഗം ചേരുന്നു. കഴിഞ്ഞ ദിവസം GCC അറബ് രാജ്യങ്ങളെല്ലാം യോഗം ചേർന്ന് ഖത്തറിനെതിരായ ആക്രമണം അത് അറബ് രാഷ്ട്രങ്ങൾക്ക് മുഴുവനെതിരായ ആക്രമണമായി കണക്കാക്കി അതേ നിലയിൽ പ്രതികരിക്കുമെന്ന് വളരെ ശക്തമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. പക്ഷേ ഇതൊന്നും ഇസ്രയേൽ ഇതിനെയൊന്നും കൂട്ടാക്കുന്നേയില്ല. അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഗാസയെ തകർത്ത് തരിപ്പ്. ഈ കാണുന്ന ദൃശ്യങ്ങൾ പോലെയാണ് ഗാസയിൽ അവശേഷിക്കുന്ന നഗര മേഖലയുടെ പൂർണ്ണമായും കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയ തോതിലുള്ള സൈനിക നടപടിയിലേക്കാണ് ഇസ്രയേൽ കടന്നിരിക്കുന്നത്. പക്ഷേ ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട്. പലയിടത്തും സുരക്ഷാ ഇടങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ പലർക്കും കിട്ടിയിട്ടില്ല. കൂട്ടപലായനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എങ്ങോട്ട് പോകും എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആളുകളുമുണ്ട്. അതിനിടയിലാണ് ഇസ്രയേലിന്റെ ഈ ശക്തമായ സൈനിക നടപടിയിലേക്ക് പോകുന്നത്. അതിവേഗം ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിൽ എന്താണ് ഗാസയിൽ സംഭവിക്കാൻ പോകുന്നത് ഭയത്തോടു കൂടി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അതേസമയം അമേരിക്കയൊക്കെ ഇപ്പോഴും ഇതിന് പിന്തുണയായിട്ട് നിൽക്കുന്നു എന്നതാണ് ഇസ്രയേലിന്റെ സൈനിക വക്താവാണ് ഇങ്ങനെ കടന്നുകയറ്റം നടത്തുകയാണ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഡിഫൻസ് മിനിസ്റ്ററും സമാനമായ രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നു. പക്ഷെ എന്നിട്ട് ഒഴിഞ്ഞു പോകാൻ പറയുന്നുണ്ട്, പലായനം ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ അതിനുള്ള സമയം കൂടി ആ ഗാസയിലുള്ള മനുഷ്യർക്ക് ഇസ്രയേൽ കൊടുക്കുന്നില്ല. തീർച്ചയായും ആരിപ്പോൾ ഈ ദോഹയിലുണ്ടായ ആക്രമണത്തിന്റെ തലേന്നാണ് ഇങ്ങനെയൊരു പലായനം അല്ലെങ്കിൽ മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് നൽകിയത്. പക്ഷേ ഇത്രയും ദിവസങ്ങളായിട്ടുള്ളൂ. ഇതിനിടയിൽ നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ പൂർണ്ണമായും ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവർ എങ്ങോട്ട് പോകുമെന്ന ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം സൈനിക നടപടികളുമായി ഇസ്രയേൽ വരുന്നത്. അവർക്ക് ആകെ വെസ്റ്റ് ബാങ്കിലേക്കോ മറ്റോ മാറി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ലെബനൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കടക്കാനോ വഴിയുള്ളൂ. പക്ഷേ അതിനും ഒരുപാട് പരിമിതികളും പ്രതിസന്ധികളും നിലനിൽക്കുകയാണ്. ഇത്തരം അഭയാർത്ഥികളെ സ്വീകരിക്കാൻ മറ്റു രാഷ്ട്രങ്ങൾ തയ്യാറാകുന്നുണ്ടോ എന്നതും വലിയൊരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. ആളുകൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള ഒരു സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിലുള്ള സൈനിക നടപടികളിലേക്ക് പോകുന്നത് കൂടുതൽ മരണസംഖ്യ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കാണുന്ന പോലെ കെട്ടിടങ്ങളെല്ലാം അപ്പാടെ തകർത്തടിച്ചുകൊണ്ട്, അതായത് ഹമാസിന്റെ അവശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങൾ കൂടി ഞങ്ങൾ തീർക്കുകയാണ്, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ കരയുദ്ധത്തിലേക്ക് കൂടി ഇസ്രായേൽ കടന്നിരിക്കുന്നത്. പക്ഷേ ഗാസയിൽ താമസിക്കുന്ന മനുഷ്യർ അവരെന്ത് ചെയ്യണമെന്ന ചോദ്യമുണ്ട്. അന്താരാഷ്ട്ര സമൂഹം, അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇടപെടേണ്ട സമയമാണ് ഇത്. ദിവിഷ് മണിയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.